വെഡ്ഡിങ് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് തന്നെയാണല്ലേ. നമ്മളെല്ലാം ഒത്തിരി പ്രതീക്ഷയോടുകൂടെ നമ്മുടെ ഫ്യൂച്ചറിൽ ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ഒരു അറ്റ്ലീസ്റ്റ് ഒരു 6 മാസം മുമ്പ് മുതൽ നമ്മൾ പ്രിപ്പറേഷൻസ് തുടങ്ങും. നമ്മൾക്ക് കോസ്റ്റ്യൂംസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓർണമെൻറ്റ്സ് ആയിരിക്കാം. പക്ഷേ എന്തിരുന്നാലും നമുക്ക് കറക്റ്റായി നമ്മളുടെ ഇഷ്ടങ്ങൾക്ക് കേറ്റർ ചെയ്യുന്ന അത്തരത്തിലുള്ള ഓർണമെൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു സന്തോഷമാവുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന അത്തരത്തിലുള്ള കുറച്ച് ഓർണമെൻറ്റ്സ് ആണ്. ഞാനിന്നുള്ളത് അങ്കമാലി ചുങ്കത്ത് ജ്വല്ലറിയിലാണ്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ചെട്ടിനാട് കളക്ഷൻസ് ഓഫ് ജ്വല്ലറിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആ സ്പെഷ്യൽ കളക്ഷൻ ഒന്ന് നോക്കാം. നിങ്ങളെല്ലാവരും ഭയങ്കര താല്പര്യമായിരിക്കും ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനല്ലേ. അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ ഇന്ന് ചുങ്കത്തിലൊരു എക്സിക്യൂട്ടീവ് ഉണ്ട്. അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാം. അദ്ദേഹം നമുക്കിത് പറഞ്ഞു തരാൻ പോവുകയാണ് എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകളെന്ന്. ഈ ഒരു നെക്ലസ് തന്നെ നമുക്ക് നോക്കാം. ഇതിന് കുറേ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അദ്ദേഹം നമുക്ക് പറഞ്ഞു തരും എന്താണ് ഈ പ്രത്യേകതകൾ. ഓക്കെ, ഇതൊരു ചെട്ടിനാട് ഡിസൈനിൽ വരുന്ന ഒരു നെക്ലസ് ആണ്. ഏകദേശം ഒരു 6 പവൻ തൂക്കം വരുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചെറിയ ചെറിയ മുത്തുകൾ അടക്കി വെച്ചിട്ട് അതിനോട് ചേർന്ന് ചെറിയ റൂബി കളേർഡ് സ്റ്റോണാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ താഴെ വരുന്ന ഭാഗത്ത് ചെറിയ മാങ്ങ മാല പോലെയും ഇതിന് താഴെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു യു ടൈപ്പിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. തലമുറകളായി കൈവന്ന ഒരു പാരമ്പര്യത്തിൽ രീതിയിലുള്ളതായ ഒരു ട്രഡീഷണൽ പാറ്റേൺ ആണ് ചെട്ടിനാട് കളക്ഷൻ. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഇതിനൊരു പ്രത്യേകതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു മാങ്ങമാലയുടെ ഒരു കുഞ്ഞൊരു ഡിസൈൻ ഉണ്ട് താഴെ. അതുകൂടാതെ ചെറിയ അറ്റത്ത് ചെറിയൊരു പിങ്ക് ഒരു കളർഡ്, അത് റൂബി കളർഡ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് അതിനല്ലേ. പിന്നെ എനിക്ക് തോന്നുന്നു ഇതൊരു ട്രഡീഷണൽ പാറ്റേൺ ആണ്. ഞാനിപ്പോൾ വെഡ്ഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ മോസ്റ്റ്ലി നമുക്കൊരു ട്രഡീഷണൽ അറ്റയറിൻ്റെ കൂടെയാണ് ഇത് കൂടുതൽ സൂട്ടാവുക. ഇത് ശരിക്കും നമ്മൾ പിന്നെ വേണമെങ്കിൽ നമ്മൾ വെഡ്ഡിങ്ങിന് മാത്രമല്ല കേട്ടോ, ഒരു സെറ്റ് സാരിയുടെ കൂടെയോ അല്ലെങ്കിൽ നോർമൽ സാരിയുടെ കൂടെയോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു സ്കേർട്ടും ബ്ലൗസൊക്കെ നമ്മളിടുമ്പോൾ സിംഗിൾ പീസായിട്ടും ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇതിട്ടാൽ മാത്രം മതി, നമ്മളായിരിക്കും സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാറ്റേൺ ആണിത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈൻ എനിക്കിത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി. ഇതിനെനിക്ക് എന്തോ സ്പെഷ്യാലിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞത്. അതെന്താണെന്ന് അദ്ദേഹം പറഞ്ഞുതരും. പക്ഷേ ഇത് ഇന്ന് വന്ന ലേറ്റസ്റ്റ് ഡിസൈനാണ്. അപ്പോൾ നമുക്കൊന്ന് അദ്ദേഹത്തിനോട് ചോദിക്കാം എന്താണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. ഈ ഡിസൈൻ ചെട്ടിനാട് ഡിസൈനിൽ വരുന്നതായ ഒരു മുല്ലമൊട്ട് മാലയാണത്. ഇതിൻ്റെ തൂക്കം കാഴ്ചയിൽ നമുക്കൊരു 6 പവൻ തോന്നിക്കുമെങ്കിലും 3.5 പവൻ തൂക്കം വരുന്നതായ ഒരു മാലയാണത്. ഇതിൻ്റെ ഒന്നിടവിട്ടുള്ള ഡൈകളിൽ ഇടയ്ക്ക് പോട്ട സ്റ്റോണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. റൂബി സ്റ്റോൺ ആകുമ്പോൾ കുറച്ച് എമൗണ്ട് കൂടുതൽ വരും. അതിന് നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി പോട്ട എന്ന് പറഞ്ഞ സ്റ്റോണാണ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ തൂക്കം 3.5 പവനേ ഉള്ളൂ. തീരെയും ലൈറ്റ് വെയിറ്റ് ആണ്. നല്ല ക്യൂട്ടായ ഡിസൈനാണിത്. വളരെ സിമ്പിളാണിത്. അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ, ഇതൊരു സ്പെഷ്യൽ സാധനമാണ്. ഇത് ചെട്ടിനാട് മോഡൽ ഒരു മുല്ലമൊട്ട് മാല, അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഇതിലെ ഡിസൈൻ ശരിക്കും പറഞ്ഞാൽ മുല്ലമൊട്ട് ഡിസൈനാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫിനിഷ് കണ്ടോ, നോർമൽ ഗ്ലോസി ഫിനിഷ് അല്ല, ഒരു മാറ്റ് ഫിനിഷാണ്. അപ്പം അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ലേറ്റസ്റ്റ് ട്രെൻഡി കളക്ഷനും കൂടിയാണ്. പക്ഷേ ഇത് ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു നമ്മളുടെ സ്കേർട്ടില്ലേ, ഒരു ട്രഡീഷണൽ സ്കേർട്ടും ബ്ലൗസിൻ്റെയും കൂടെ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. പിന്നെ ട്രഡീഷണൽ ടൈപ്പ് ഓഫ് ലാച്ച, അതുപോലെ സെറ്റ് സാരിയുടെ കൂടെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ. എനിക്കിതിൻ്റെ ഈ പാറ്റേൺ എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെയല്ലേ ഇതിൻ്റെ ഈ റെഡ് കളർ എന്താണ്? പോട്ട സ്റ്റോൺ ആണ് ഇതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഗ്ലോസി ഫിനിഷിംഗ് അല്ലാത്തത് കൊണ്ട് കുറച്ച് എലഗന്റ് ലുക്ക് ആയിരിക്കും ഇതിന് കൂടുതൽ കിട്ടുന്നത്. തന്നെയല്ല ഫുള്ളി ഫ്ലെക്സിബിളാണ്. എല്ലാം ഈ ഡൈയിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ലൈറ്റ് വെയിറ്റ് ആണിത്. വളരെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാം.
ഇപ്പൊ ചിലരെ കഴുത്തിന് കുറച്ച് വലിപ്പം കൂടുതലുണ്ടാവും, ചിലരുടെ കഴുത്ത് കുറച്ച് ഇടുങ്ങിയതായിരിക്കും. അപ്പൊ എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന രീതിയിൽ എല്ലാം ഫ്ലെക്സിബിൾ കണ്ണികളാണ് ഇതിന്റെ യൂറിലിൻ യൂസ് ചെയ്തേക്കുന്നത്. അപ്പം കുറച്ച് ഫാറ്റ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും നമ്മൾ പറയും ഈ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ കുറച്ച് വണ്ണമൊക്കെ വേണമല്ലേ, അപ്പോൾ കുറച്ച് കഴുത്തിനൊക്കെ വണ്ണം ഉള്ളതാണെങ്കിലും ഒരു കുഴപ്പമില്ല, ഇത് നന്നായിട്ട് സൂട്ടാവും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതുമാണ് ലേറ്റസ്റ്റ് ട്രെൻഡി കളക്ഷൻ. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ ഡിസൈനാണ്. ഇത് ചെട്ടിനാട് ലോങ് ചെയിനാണ്. ഇതിനെപ്പറ്റി ഒത്തിരി അദ്ദേഹത്തിന് പറയാനുണ്ടാവും. നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന്. ഓക്കെ, തീർച്ചയായിട്ടും നല്ല ഭംഗിയുള്ളതായ ഒരു ഫാൻസി മാലയാണത്. നമുക്ക് സാരിക്ക് നല്ല ക്യൂട്ടായി ഉപയോഗിക്കുന്നതായ ഈ ഫാൻസി മാലയ്ക്ക് ഏകദേശം 7 പവനോളം തൂക്കം വരും. ചെറിയ ചെറിയ ബോളുകൾ അടക്കി വെച്ചതായ മാലയിൽ താഴെ ഒരു വലിയൊരു പെൻഡൻറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ഈ പെൻഡൻറ്റിൻ്റെ ഭംഗി കൂട്ടുവാൻ വേണ്ടി ചെറിയ ചെറിയ കട്ടിംഗ് ബോളോട് കൂടിയ ഡിസൈൻ അടങ്ങിയതായ ഒരു ആൻറ്റിക് ടച്ചുള്ളതായ കുറേ ബോൾസാണ് ഇതിൻ്റെ താഴെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ കാണുന്നതായ ലോക്കറ്റിൻ്റെ മുകളിൽ വരുന്ന 2 സൈഡിലും ഒരു ട്രഡീഷണൽ കളർ കൊടുത്തിട്ടുണ്ട്, ഒരു ബ്ലാക്ക് ടച്ച് കളർ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതിന് ഈ മാലയ്ക്ക് കൂടുതൽ മാറ്റു കൂട്ടുന്നത്. തന്നെയല്ല കോട്ട സ്റ്റോണും അതുപോലെ തന്നെ റൂബി സ്റ്റോണും ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഈ 7 പവൻ വരുന്ന മാലയാക്കിയും ഇതിൻ്റെ ഭംഗി കൂട്ടുവാൻ വേണ്ടി, അതായത് നമ്മുടെ എന്താ പറയുക ഒരു ചോക്കർ മാലയ്ക്ക് താഴെ യൂസ് ചെയ്യുന്ന രീതിയിലുള്ളതായ മാലയാണിത്. ഏറ്റവും ക്യൂട്ടായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു മാലയാണ്. കല്യാണത്തിനൊക്കെ ഇതായിരിക്കും നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്ന ഒരു സാധനം. ഫസ്റ്റ് നെക്ലസ് ആയിട്ടല്ല യൂസ് ചെയ്യുമ്പോൾ ഭംഗിയാവുക, ഇത് സെക്കൻഡ് ഒരു മാലയായിട്ട് യൂസ് ചെയ്ത് എനിക്ക് തോന്നുന്നു ഒത്തിരി ഓർണമെൻറ്റ്സ് യൂസ് ചെയ്ത ഒരു ഫീലും കൂടെ ഇതിന് കിട്ടും. കാര്യം ഇതിൻ്റെ ഇത് കുറച്ച് ഉരുണ്ട ഒരു ഡിസൈനും അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഇല പോലെ മാങ്ങയുടെ ഒരു ഡിസൈൻ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്, ഞാനൊരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് പറയാം, ഭയങ്കര ക്രിയേറ്റിവിറ്റി ഉള്ള ഒരു പീസാണ്. ഒത്തിരി ആർട്ടിസ്റ്റിക് ടച്ചുള്ള ഒരു മാലയാണ്. ഈ ലോക്കറ്റിലാണ് ഇതിൻ്റെ എല്ലാ കരവിരുതും അവരുടെ കാണാൻ പറ്റുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ ഒരു സിംഗിൾ സാരിയുടെ കൂടെ, ഇപ്പം നല്ല ഒരു ഹെവി ബോർഡറുള്ള ഒരു കാഞ്ചീപുരം സാരിയുടെ കൂടെ സിംഗിളായിട്ട് ഇതിട്ടാൽ പിന്നെ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. എല്ലാവരുടെയും കണ്ണ് നിങ്ങളുടെ അടുത്തായിരിക്കും. അത്ര ബ്യൂട്ടിഫുള്ളാണിത്. തന്നെയല്ല ഈ കാണുന്ന എല്ലാ ബോളിലും ചെറിയ ചെറിയ ഡെപ്തും ഗ്രിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ശരിയാണ്. ഭയങ്കര എനിക്ക് തോന്നുന്നു കുറേ നേരമെടുത്ത് കുറേ നാളുകളെടുത്ത് വർക്ക് ചെയ്ത് ചെയ്യുന്ന ഒരു പീസായിരിക്കും ഇത്. ഭയങ്കര ക്രിയേറ്റിവിറ്റി ഇതിൽ നമുക്ക് കാണാം. ഇതെല്ലാം ഹാൻഡ് മെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത്. അതിതിൽ കാണാനുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെട്ടിനാട് കളക്ഷൻസ് എല്ലാവർക്കും തന്നെ ഇഷ്ടമായിട്ടുണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്താണെങ്കിലും. അപ്പം നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റായിട്ടും ഈ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അത് കൂടാതെ നമ്മുടെ ചുങ്കത്തിൻ്റെ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യണം. അപ്പം അടുത്ത എപ്പിസോഡിൽ നമ്മളെ കാണുന്നവരെ ഹാവ് എ ഗ്രേറ്റ് ഡേ.